കാലിച്ചായയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ വെള്ളിയാഴ്ചയാണെന്ന് നമ്മളെല്ലാവരും പുതിയ സിനിമകൾക്കുള്ള റിലീസുകളുടെ കാത്തിരിപ്പിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരുപാട് സിനിമകൾ റിലീസായി. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ഏതൊക്കെയാണ് റിലീസുകൾ നോക്കുന്ന സമയത്താണ് ശരിക്കും ഒരു സർപ്രൈസ് പോലെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലിൻ്റെ റിലീസ് കാണുന്നത്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പം വരാറുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഒരു ആനിമേ മൂവി വരുന്നു അല്ലെങ്കിൽ വന്നു എന്നുള്ളൊരു സംഗതി ശരിക്കും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. കാർട്ടൂണാണ് അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടിയാണ് എന്നൊക്കെ പറയുന്നിടത്ത് നിന്നും എത്ര മുമ്പോട്ട് വന്നിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത്. തിയേറ്ററിൽ പോയപ്പോഴായാലും ഈ സിനിമയ്ക്ക് കിട്ടുന്നൊരു റിസപ്ഷൻ അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. കാരണം ഇത്രയും ആളുകൾ ഈ സിനിമ കാണാൻ വരിക, ഒരു ആനിമേ മൂവി കാണാൻ വരിക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാങ്ക ലവേഴ്സിനും ആനിമേ ലവേഴ്സിനും ഒക്കെ ഇതൊരു കിടിലൻ ട്രീറ്റ് തന്നെയാണ്. ഈ സിനിമയുടെ ഒരു സ്കെയിലിംഗ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തോട്ടാണ്. ഇത് ചെയ്തവർക്ക് അവർക്കറിയാം ടു പുഷ് ദ ലിമിറ്റ്സ്. അതായത് അവർ അതിൻ്റെ ഒരു എക്സ്ട്രീം ഹൈ പീക്ക് ലെവൽ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അവർ സമ്മാനിച്ചിട്ടുണ്ട്. എൻ്റെ മൂവി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഫിനിറ്റി കാസിലാണ്. പോരാതെ 4th സീസണിൻ്റെ, അതായത് TV സീരീസിൽ നമ്മൾ ആനിമേറ്റഡ് സീരീസിൻ്റെ 4th സീസണിൻ്റെ ഡയറക്റ്റ് സീക്വലായിട്ടാണ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ കാണാനിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പോക്ക് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് അവർ ഈ സാധനം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇതിൽ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺഇമാജിനബിൾ ആയിട്ടുള്ളൊരു വേൾഡ് സെറ്റ് ചെയ്തിട്ട് ആണ് ഈ സിനിമ അവർ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പോരാത്തതിൽ ഇതിൽ മെയിനായിട്ട് ഇതിലെ ഇമോഷൻസ്, ആക്ഷൻസ്, ഫൈറ്റ് സീക്വൻസിനെ കുറിച്ചൊന്നും ഒന്നും പറയാനേ ഇല്ല. കാരണം നമുക്കറിയാം ആനിമേ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതിലെ മെയിനായിട്ടുള്ള സംഗതി അതിൻ്റെ ആക്ഷൻ പരിപാടികളാണ്. അപ്പം അതിലേക്ക് വരുന്ന സമയത്ത് ഇൻസൈൻ പ്രിസിഷനോടെയാണ് അവർ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വർക്കും അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ് ടു ദം. എടുത്തു പറയേണ്ടത് ഇതിലൊരു ഇമോഷണൽ ആർക്ക് തന്നെയാണ്. ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ അത് വേറെ നെക്സ്റ്റ് ലെവലിലായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പല സമയങ്ങളിലും ഇമോഷണലായി പോകുന്ന രീതിയിലേക്ക് അത് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കിൻ്റെ കാര്യമാണ്. അറിയാം, ആനിമയാണ്. ഷിരോസാഗിസ് പോലുള്ള വലിയ മ്യൂസീഷ്യൻസ് ആനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് യുക്കി കൈജൂറ, ഗോഷിന എന്ന് പറഞ്ഞ 2 ആളുകളാണ് ഇതിനെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഇതിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൽ വേറെ പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമ ക്രെഡിറ്റ്സ് റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം ആയപ്പോഴേക്കും ഐ വാസ് ആക്ച്വലി ക്യാച്ചിങ് മൈ ബ്രത്ത്. കാരണം അത്രയും കിടലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ തന്നിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ സീക്വൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സീരീസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പറ്റുവാണെങ്കിൽ എന്തായാലും ഇത് തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയുന്നതിന് മുമ്പ് എല്ലാവരും പോയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡീമൺ സ്ലെയർ